ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈലറിംഗ് ആണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെഷീനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടൈലറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. കത്രിക, അതുപോലെ തന്നെ ടാപ്പ്, പിന്നെ നമ്മുടെ നൂല്, പിന്നെ ബോബിനും കേസും. ഇനി നമുക്ക് ഓയിൽ കൊടുക്കണം. അപ്പോൾ കുറേ നാളായി ഓയിൽ കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ഓയിൽ കൊടുത്തിട്ട് വേണം മെഷീനൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ കൊടുക്കണം. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു 3 ഹോളായിട്ടുള്ളത് കാണാം, ഇവിടെയും കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും എല്ലായിടത്തും ഓയിൽ കൊടുക്കണം, എന്നാലും നമ്മുടെ മെഷീൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ ഇണക്കിക്കൊണ്ടിരിക്കുക. പിന്നെ സൂചി ഇടുന്ന ഭാഗത്ത് ആ പല്ലിലൊക്കെ എന്ത് ചെയ്യണം, ഓയിൽ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം മുകളിലെ ഒരുവിധമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടയർ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പം ടയർ മാറ്റാനായിട്ട് ഇതാ അതുപോലെ പൊക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മെഷീനെ ഇനി പൊക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറേ സ്ഥലത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. എല്ലാ ജോയിൻറ്റിലും നമ്മൾ കൊടുക്കണം. നമ്മൾ മെഷീൻ ഇങ്ങനെ തിരിക്കുമ്പോൾ കാണാം ഓരോ സ്ഥലങ്ങൾ അനങ്ങുന്നത്. ആ ഭാഗത്തൊക്കെ കൊടുത്തിട്ടിട്ട് പിറ്റേ ദിവസമായാലും നമുക്ക് തയ്ച്ച് തുടങ്ങിയാൽ മതി. അതിൻ്റെ ആ ഓയിലൊക്കെ എന്തായാലും അതും ഉണ്ടാവും. ഇനി ഇതടയ്ക്കും. ഇനി ഇവിടെ ചക്രങ്ങളിൽ നമ്മൾ ഓയിൽ കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ചക്രമൊക്കെ ഒന്ന് കറക്കുക. അതുപോലെ തന്നെ ചവിട്ടുക കേട്ടോ. ചവിട്ടി നല്ലപോലെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചവിട്ടി ആ ഓയിൽ മൊത്തം എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ നല്ല സ്മൂത്തായി കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു കട്ടിയൊന്നും നമുക്ക് തോന്നില്ല, നല്ല സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓയിൽ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ തയ്ച്ചു തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യൽ പഠിക്കുന്നവരാണെന്ന് വെച്ചാൽ അവരിത് ഇതുപോലെ സൂചിയൊന്നും ഇടാണ്ട് ഇങ്ങനെ ആ ഒരു ചക്രം തിരിക്കുന്നതിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചവിട്ടി പഠിക്കുക. അതിന് ശേഷം സൂചിയും ടയറൊക്കെ ഇട്ടിട്ട് ചവിട്ടിയാൽ മതി. ഇപ്പോൾ ടയർ ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നാളെ ഇടുന്നുള്ളൂ. ഓയിലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അഴിച്ചിട്ടതാണ്. അപ്പോൾ ഇനി ടൈലറിങ്ങിൻ്റെ ബാക്കി ക്ലാസ്സുകൾ പുതിയ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ പുതിയ വീഡിയോയിൽ നമ്മൾ ടൈലറിങ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഇടുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ് ലഭിക്കാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം.